മകരവിളക്ക് ദർശനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു സന്നിധാനം. നാളെ വൈകിട്ട് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. സന്നിധാനത്ത് ഇന്ന് ബിംബശുദ്ധിക്രിയകൾ നടക്കും. മകരവിളക്ക് ദർശനത്തിനായി 1.5 ലക്ഷത്തോളം ഭക്തർ സന്നിധാനത്തും പരിസരത്തുമായി എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. മകരവിളക്ക് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി മാതൃഭൂമി ന്യൂസ് സംഘവും സജ്ജമാണ്. സന്നിധാനത്ത് നിന്ന് ആർ അനന്തകൃഷ്ണനും കണ്ണൻ നായരും അശ്വജിത് സിയും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വജിത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അശ്വജിത്ത്, സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു, ക്രമീകരണങ്ങളൊക്കെ ഏത് രീതിയിലാണ്? ഭക്തരുടെ തിരക്ക് എങ്ങനെ? ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദിവ്യജ്യോതി തെളിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന ഭക്തർ കാത്തിരിക്കുകയാണ്. ഭക്തിയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ആ നിമിഷത്തിനായി. പൊന്നമ്പലമേട്ടിൽ ആ ദിവ്യജ്യോതി തെളിയുന്ന നിമിഷം ഏറ്റവും നിർവൃതിയോടെ സാക്ഷിയാകാൻ സന്നിധാനവും കാത്തിരിക്കുകയാണ്. സന്നിധാനത്ത് ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. എനിക്കൊപ്പം കണ്ണൻ നായരും അനന്തകൃഷ്ണനും ചേരുന്നുണ്ട്. കണ്ണേട്ട, ഇന്നത്തെ ചടങ്ങുകൾ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള സന്നിധാനത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയായോ? ഇനി എന്തൊക്കെയാണുള്ളത്? ഇന്നത്തെ ചടങ്ങുകൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ബിംബശുദ്ധിക്രിയയായിരുന്നു. അത് രാവിലെ ഏതാണ്ട് 9:30-10 മണിയോടുകൂടിയാണ് ബിംബശുദ്ധിക്രിയ പൂർത്തിയായത്. അതിനുശേഷം അല്പസമയം മുമ്പ് കളഭാഭിഷേകം നടന്നു. പിന്നീട് പടി പൂജ നടന്നു. ഇനി മറ്റ് ചടങ്ങുകൾ ഒക്കെ തന്നെ വൈകുന്നേരങ്ങളിലായിരിക്കും ഉണ്ടാകും. ഇപ്പോൾ ഉച്ചപൂജാ ചടങ്ങുകൾ നടക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം മാത്രം മുഴങ്ങുന്ന ഒരു പൂങ്കാവനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുന്നതും ആ കിഴക്ക് ആകാശത്ത് ചക്രവാളത്തിൽ മകരജ്യോതി കാണാൻ വേണ്ടി ഒട്ടേറെ ഭക്തർ തൊഴുകൈകളോടുകൂടി കാത്തിരിക്കുകയാണ്. നാളെ രാവിലെ 2:46 മകരസംക്രമ പൂജ. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം എന്ന് പറയുന്ന മകരം 1 അല്ലെങ്കിൽ മകരസംക്രമ പൂജ, തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പനെ കാണുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് കരുതുന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തിന് വേണ്ടി ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ആൾക്കാർ ഈ പൂങ്കാവനത്തിന് ചുറ്റും ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് എത്തും. മകരവിളക്ക് കാണാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർ തമ്പടിച്ച് അവരെല്ലാവരും തന്നെ ആ മകരവിളക്ക് ദർശിക്കാൻ വേണ്ടി പൊന്നമ്പലമേട്ടിൽ തെളിയുന്നത് മകരവിളക്ക്, ആകാശത്ത് തെളിയുന്നത് മകരനക്ഷത്രം അല്ലെങ്കിൽ മകരജ്യോതി, അത് രണ്ടും കാണാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. അവർക്കറിയാം നാളെ വൈകിട്ട് 6:45 മാത്രമായിരിക്കും മകരവിളക്ക് തെളിയുക, മകര നക്ഷത്രം കാണാൻ സാധിക്കുക എന്നൊക്കെ തന്നെ അവർക്കറിയാം. പക്ഷേ എപ്പോഴും അവരുടെ കണ്ണുകളെല്ലാം തന്നെ പൊന്നമ്പലമേട്ടിലേക്കാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം മുഴങ്ങുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. ഇപ്പോഴും അണമുറിയാത്ത രീതിയിലുള്ള ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ തിരക്ക് നാളെ ഉച്ചയ്ക്ക് ഏതാണ്ട് 11:30 വരെ ആയിരിക്കും ഉണ്ടാവുക. അനന്തകൃഷ്ണൻ ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. അനന്തസ്വാമി, ഇപ്പം ഈ തിരക്ക് കൂടുകയാണ്. വലിയ രീതിയിലുള്ള ആൾത്തിരക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ നമ്മൾ നിൽക്കുന്ന തിരുമുറ്റത്താണ്, അതിന് സമീപത്ത് പല സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ ക്രമീകരണങ്ങൾ എന്താണ്? ഒപ്പം തന്നെ പോലീസിന്റെ വിന്യാസം എങ്ങനെയാണ്? ഭക്തജനപ്രവാഹം തുടരുകയാണ്. സന്നിധാനത്തേക്ക് മകരവിളക്ക് കാണുക എന്നുള്ള ലക്ഷ്യത്തോടെ വരുന്ന അയ്യപ്പ ഭക്തരാണ് ഇന്നലെ മുതൽ സന്നിധാനത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരാരും സന്നിധാനത്ത് നിന്ന് മടങ്ങുന്നില്ല. ദർശനം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പാണ്ടിത്താവളം പോലുള്ള മകരവിളക്ക് കാണാൻ പറ്റുന്ന സങ്കേതങ്ങളിലേക്ക് അവർ ഈ കുടിൽ കെട്ടി കാത്തിരിക്കുകയാണ്, ഭജനയും മറ്റുമായി. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം, ഈ ഭക്തർ തമ്പടിച്ചിരിക്കുന്ന മേഖലകൾ, ഒപ്പം തന്നെ സന്നിധാനത്തുള്ള തിരക്ക്, ഇതൊക്കെ നിയന്ത്രിക്കാൻ കൃത്യമായ സജ്ജീകരണങ്ങൾ ആവശ്യമാണ്. ആ ഒരുക്കങ്ങളെല്ലാം പോലീസ് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലുമൊക്കെ എത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തി. ഇന്നിപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ സന്നിധാനത്ത് തുടരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ സന്നിധാനത്തെ തിരക്കിന്റെ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ പോയിന്റിലും ഒരു SP-യുടെ നേതൃത്വത്തിലുള്ള മേൽനോട്ടത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമായും ഇന്നിപ്പോൾ ഉച്ചപൂജയുടെ സമയമാണ്. സന്നിധാനത്ത് ഉച്ചപൂജ നടക്കുകയാണ്. അല്പസമയത്തിനകം ഉച്ചയ്ക്ക് നട അടയ്ക്കും. ഏതായാലും ഈ ക്രമീകരണങ്ങൾ, പോലീസിന്റെ ക്രമീകരണങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞു. അതിനൊപ്പം പോലീസ് കൂടുതൽ ആളുകൾ താവളം അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ ഭക്തജനങ്ങൾ ചെയ്യണം, ചെയ്തുകൂടാ, ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ ഫയർഫോഴ്സും പോലീസും നൽകുന്നുണ്ട്. ഏതായാലും ഉച്ചപൂജ ആവുകയാണ്. നട ഇപ്പോൾ അടയ്ക്കും. ഇനി വൈകിട്ടും ഇപ്പോൾ ഉച്ചപൂജയാണ് കഴിഞ്ഞത്. ഇപ്പോൾ നടയടച്ചു.
ഇനിയിപ്പോൾ വൈകിട്ട് 3 മണിക്കാണ് നട തുറക്കുന്നത്. ഏതായാലും മാതൃഭൂമി ന്യൂസ് ഈ മകരവിളക്ക് സംപ്രേഷണം ചെയ്യാൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ നടക്കുന്ന ഒരുക്കങ്ങൾ പോലെ നമ്മളും ഒരുക്കിയിട്ടുണ്ട്. 2-3 ദിവസമായി അതിന്റെ ഒരുക്കങ്ങളിലായിരുന്നു. സന്നിധാനത്ത് നിന്ന് മകരവിളക്ക് ചടങ്ങുകൾ പ്രേക്ഷകരിലെത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ തിരുവാഭരണം കടന്നു വരുന്ന മുതൽ ഏതാണ്ട് നീലിമല മുതൽ വൈകുന്നേരം അതിന്റെ കൂടെ ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതിനൊപ്പം തന്നെ സന്നിധാനത്ത് ആ സമയത്ത് ഉള്ള ഒരുക്കം, തിരുവാഭരണം സ്വീകരിക്കാൻ പോകുന്ന ഒരുക്കം. നമ്മൾ തിരുവാഭരണ ഘോഷയാത്രയെ ആദിത്യ ഓമനക്കുട്ടനാണ് അതിനെ രാവിലെ മുതൽ നാളെ പുലർച്ചെ എത്ര മണിക്കാണോ അത് മുതൽ അനുഗമിക്കുന്നു. അതിനുശേഷം പമ്പയിൽ നമ്മുടെ പത്തനംതിട്ടയിലുള്ള CK അബിലാൽ ഉണ്ടാകും. അതുപോലെ തന്നെ എരുമേലിയിൽ ഉണ്ടാകും. ഇവിടെ അങ്ങനെ വലിയ എവിടെയൊക്കെ ഭക്തരുണ്ടോ അവിടെ എല്ലാവർക്കും വേണ്ട ക്രമീകരണങ്ങൾ, ആ ദൃശ്യങ്ങൾ, ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും. ഏറ്റവും പ്രധാനപ്പെട്ടത് സന്നിധാനത്തെ ചടങ്ങുകളാണ്. ആ ചടങ്ങുകൾ നമ്മൾ എല്ലാം, അതായത് ഇവിടെ എത്താൻ പറ്റാത്ത ഭക്തർക്ക് ഇവിടെ എത്താത്തതിന്റെ വിഷമം മാറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും കൃത്യമായി പ്രേക്ഷകരിലേക്ക് ഭക്തരിലേക്കും എത്തിക്കും. തീർച്ചയായിട്ടും കോടിക്കണക്കിന് ഭക്തർ ഒരുപക്ഷെ സന്നിധാനത്തേക്ക് എത്താൻ കഴിയാതെ ദൃശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ടെലിവിഷന് മുന്നിൽ ആ മകര വിളക്ക് ദർശനത്തിനായി കാത്തിരിക്കുന്നുണ്ടാവും. അവർക്ക് മാതൃഭൂമി ന്യൂസിലൂടെ ഓരോരോ കാര്യങ്ങളും, അതായത് സന്നിധാനത്ത് നിന്ന് കൃത്യമായ പോയിന്റുകളിൽ നിന്ന് ഒപ്പം മറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും സമഗ്രമായി ദൃശ്യങ്ങളും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും എല്ലാം പകർത്തിയെടുത്ത് മാതൃഭൂമി ന്യൂസിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അത് ഉറപ്പാണ് അല്ലേ? അതെ, ഉറപ്പായിട്ടും. അതിനൊപ്പം തന്നെ ഈ മകരവിളക്കിന്റെ ആ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം മുതൽ മാതൃഭൂമി ന്യൂസിൽ ഈ ശബരിമലയെക്കുറിച്ച് സംസാരിക്കാൻ കെൽപ്പുള്ള അറിവുള്ള ആൾക്കാർ അവരൊക്കെ നമ്മുടെ അതിഥികളായി എത്തി സന്നിധാനത്തെക്കുറിച്ചും ശബരിമലയുടെ ചരിത്രത്തെക്കുറിച്ചും അയ്യപ്പന്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ സമഗ്രമായി ശബരിമലയെക്കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും, ഇവിടുത്തെ ഐതിഹ്യം, ചരിത്രം, സന്നിധാനത്തിന്റെ പ്രത്യേകത, മതമൈത്രിയുമായി ബന്ധപ്പെട്ട സന്നിധാനത്തിന്റെ പ്രസക്തി, ഇതെല്ലാം പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വിശദമായി കേൾക്കാനും ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് അത് സംബന്ധിച്ച് കൃത്യമായ അറിവ് കിട്ടാനും ഒക്കെ നാളെ രാവിലെ 7 മണി മുതൽ മാതൃഭൂമി ന്യൂസിൽ ലൈവായി സന്നിധാനത്ത് നിന്നുണ്ടാകും. അതെല്ലാം പ്രേക്ഷകർ കാണണം. എല്ലാ കാര്യങ്ങളും, മകരവിളക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അപ്പോൾ എല്ലാവരും പ്രേക്ഷകർ കാത്തിരിക്കണം. നാളെ മകരവിളക്ക് ദിവസമാണ്, പുണ്യ ദിവസമാണ്. ആ പുണ്യ ദിവസത്തിന്റെ എല്ലാ പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സന്നിധാനത്ത് നിന്നും അയ്യപ്പ ഭക്തർ ഒത്തുകൂടുന്ന സന്നിധാനത്തും ഒപ്പം തന്നെ അയ്യപ്പ ഭക്തർ ഒത്തുകൂടുന്ന എല്ലാ ഭാഗത്തും ഇന്ന് വൈകിട്ട് 4 മണി മുതൽ പൂർണ്ണമായും ഇവിടുത്തെ കാര്യങ്ങൾ, ഇന്ന് വൈകിട്ട് 3 മണിക്ക് നട തുറക്കും. അതിനുശേഷം 4 മണി മുതലുള്ള ആ സംഭവങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള സജ്ജീകരണം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ വിപുലമായിട്ടുള്ള മകരവിളക്കിന്റെ ഓരോ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ അവയൊന്നും ചോരാതെ ഓരോ സെക്കൻഡിലും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ് മാതൃഭൂമി ന്യൂസ് ഉറപ്പു നൽകുന്നത്. ദൃശ്യങ്ങളും ഒപ്പം ആ ദൃശ്യങ്ങൾക്ക് മിഴിവ് പകരുന്ന അല്ലെങ്കിൽ ദൃശ്യങ്ങൾക്ക് അനുബന്ധമായ കൃത്യമായ വിവരണങ്ങളും ഉറപ്പു നൽകുകയാണ് പ്രേക്ഷകർക്ക് അല്ലേ? തീർച്ചയായും സന്നിധാനത്ത് നിന്ന് ആർ അനന്തകൃഷ്ണനും കണ്ണൻ നായരും അശ്വജിത്തുമാണ് നമ്മളിലേക്ക് ഭക്തി നിർഭരമായ ആ കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ സന്നിധാനത്ത് നിന്ന് എത്തിച്ചത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സന്നിധാനത്തിന്റെ 360 ഡിഗ്രിയുള്ള ദൃശ്യങ്ങളാണ്. നമുക്ക് കാണാം, ഭക്തർ അവിടെ മകരവിളക്കിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം പോലീസും ദേവസ്വം ബോർഡും ഉറപ്പാക്കുന്നുണ്ട്. ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും സുഗമമായി അവർക്ക് മകരവിളക്ക് ദർശിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നോക്കൂ, ഇതുവരെ കാണാത്ത തരത്തിൽ നമ്മൾ സന്നിധാനത്തെ അടുത്ത് കാണുകയാണ്. തിരക്കുണ്ട്, ഭക്തർ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചിട്ടുണ്ട്. ഇനി 3 മണിക്കാണ് വീണ്ടും ശബരിമല അയ്യനെ കാണാനുള്ള അവസരം ഭക്തർക്കുണ്ടാവുക. മകരവിളക്കിന് ഭക്തലക്ഷ ജനങ്ങളുടെ ഒഴുക്ക് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.